Hey guys, welcome back to our YouTube channel Febas Creation. Today is my first video about based on the Xylem learning. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈലത്തിലെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സൈലത്തിലെ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഫോർ നീറ്റ്. ആൻഡ് ഞാൻ ഓൾറെഡി നമ്മുടെ സൈലത്തിലെ ട്രോപ്പോസിൻ്റെ ബുക്സ് ആയാലും മൈൻഡ് മാപ്പ് ആയാലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു സെറ്റ് ബുക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 37 ഇയേഴ്സിൻ്റെ സൈലത്തിലെ എന്തോന്നാണ് വളരെയധികം റൈറ്റിങ്ങിൽ കിടക്കുന്ന ബുക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് വൈസ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു PYQs ടെക്സ്റ്റ് ബുക്കും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഇത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. We are going to our first video. ആൻഡ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോ ബുക്സാണ്. ഇത് ഞാൻ ഓരോ ബുക്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓരോ സെറ്റ് ഫസ്റ്റ് ഞാനിവിടെ എടുത്ത് വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ പറ്റും. ദാറ്റ്സ് വേ ഇത് ബയോളജി അല്ലെങ്കിൽ ബോട്ടണി, സുവോളജി, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇത് തന്നെ കാണിക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സുവോളജിയുടെ ഫുൾ ക്വസ്റ്റ്യൻസും തിയറിയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഞാനിതിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഏതെടുത്ത് തരാം. സ്ട്രക്ചറൽ ഓർഗാനിസംസ് ഇൻ ആനിമൽസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഇയർ വൈസ് നമ്പേഴ്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് അതും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാമല്ലോ, നമുക്ക് ഏത് ടോപ്പിക്കിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് അനാലിസ് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഇൻട്രഡക്ഷൻ പാർട്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ തിയറി പാർട്സും ഓരോ പിക്ചേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കീ പോയിൻ്റ് ഉൾപ്പെടെ അവരിതിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവും, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലോ ചാർട്ട് രൂപത്തിലും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് മൂവിങ് ഓൺ, നമുക്ക് പല ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഷോർട്ട് നോട്ട്സ് ഉൾപ്പെടെ ഇതിലിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഷോർട്ട് നോട്ട്സിൻ്റെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ചിട്ടിപ്പോണ്ട്, സൈലത്തിൻ്റെ മെറ്റീരിയൽസ് മേടിക്കണോ അല്ലെങ്കിൽ ക്ലാസ് മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെ വിചാരിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ വീഡിയോ ഇടാൻ കാരണം. ആൻഡ് മൂവിങ് ഓൺ, സോൾവ്ഡ് എക്സാമ്പിൾസ് ഉണ്ട് ഇതിൽ. നമ്മുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എക്സസൈസ് വെച്ച് ടോപ്പിക് വൈസ് വരുമ്പോഴത്തേക്ക് അതിൽ സൊല്യൂഷൻസ് കൊടുത്തിട്ടില്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിലേക്ക് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇതിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ബുക്സാണ് ഈ വന്നിട്ട്. ഇതാണ് ഇതിലെ സൊല്യൂഷൻ ബുക്സ് കേട്ടോ. ഇതിലാണ് നമ്മുടെ സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ഇതിലവരാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു MCQവിൽ നമ്മുടെ ആ ഒരു പോയിന്റ് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ സൊല്യൂഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ഒരു ബുക്സാണ് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെയാണ് ബോട്ടണിക്കായാലും അങ്ങനത്തെ അതേ ബുക്ക് തന്നെ. ബയോളജിക്ക് ഫുള്ളായിട്ട് അതുപോലത്തെ ബുക്ക് തന്നെയാണ് ഉള്ളത്. അത് എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാനിക്കായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് മൊഡ്യൂൾ, അപ്പോൾ സൊല്യൂഷൻ ഞാൻ ബുക്ക് എടുത്തു, അപ്പം ഇത് മൊഡ്യൂൾ 4 ആണ്. അപ്പോൾ ബോട്ടണിയുടെ സംഭവമാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അതെനിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ബട്ട് മൊഡ്യൂൾ 1, 2, 3, അപ്പം ബോട്ടണിയിൽ മൊഡ്യൂൾ 1, 2, 3 ഉണ്ടോ, അപ്പോൾ എനിക്ക് ബോട്ടണി മൊഡ്യൂൾ 1 മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ കുറച്ച് ദൂരം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഒക്കെ ഇതിൽ തന്നെ ഉള്ളതാണ്. കാരണം മൊഡ്യൂൾ 2 ഇതിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ പാനിക് ആയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഞാൻ പെട്ടെന്ന് അത് ആയിപ്പോയതാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് കാണിച്ചു തരാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി പാർട്ട് A, പാർട്ട് B ആൻഡ് സൊല്യൂഷൻ ബുക്കാണുള്ളത്. പാർട്ട് B ആയിട്ട് വരുന്നത് നമ്മുടെ +2 ടോപ്പിക്സ് ആണ്. പാർട്ട് B ആയിട്ട് വരുന്നത് +2 ടോപ്പിക്സും അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് വരുന്നത്. ഇത് നമുക്ക് റിവിഷൻ ടൈംസിലായാലും നമുക്കിപ്പോൾ വരുന്ന നമുക്ക് ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡൻസിന് അറിയാം വെനസ്ഡേ ഒക്കെ നമുക്ക് റിവിഷൻ ടൈമാണ്, റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്, സ്റ്റഡി ലീവാണ്. നമുക്ക് ആ ടൈമിലൊക്കെ ഈ ബുക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെയാണ് +1ൻ്റെ ഈ ഒരു ബുക്സ് ആയാലും പാർട്ട് A ആയാലും. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻ ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ.
ആൻഡ് അതുപോലെ തന്നെയാണ് ഫിസിക്സും വരുന്നത്. ഫിസിക്സിൻ്റെ സൊല്യൂഷൻ ബുക്കാണ് ഈ ഒരു ബുക്ക്. അതുപോലെ തന്നെ അതാണ്ട് ഫിസിക്സിൻ്റെ പാർട്ട് എ എന്ന് പറയുമ്പോൾ ഫിസിക്സിൻ്റെ +1 സൊല്യൂഷൻസും ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും എല്ലാമുള്ള ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പം. ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു കാരണവശാലും ഒരു ലോസും വരില്ല. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ, മോർ ഹെൽപ്ഫുൾ. ഓക്കെ, ഇറ്റ്സ് മൈ ഹോണസ്റ്റ് റിപ്ലൈഡ് ആണ്. സോ ആൻഡ് ദിസ് ബുക്ക് ഫിസിക്സിൻ്റെ +2 ബുക്സാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മളെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വരാൻ വേണ്ടി കാത്തിരുന്ന ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് മാപ്പാണ് ഗൈസ്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കാലും എനിക്ക് മൈൻഡ് മാപ്പിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഈസ് വെരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ലാസ്റ്റ് 2 മന്തിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു ഇതായിരിക്കും മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. കണ്ടോ ഗൈസ്, മൈൻഡ് മാപ്പിൻ്റെ സിസ്റ്റമാണ് ഇത് സംഭവം വന്നിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ മൈൻഡ് മാപ്പിൻ്റെ ആദ്യം ഇത് ക്ലാസ് 11 മൈൻഡ് മാപ്പാണ് വന്നിട്ട്. കണ്ടോ കാര്യങ്ങളെല്ലാം ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഇതുപോലെ കളർ പ്രിൻ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എക്സാം ടൈമൊക്കെ അടുത്ത് മോക്ക് ടെസ്റ്റൊക്കെ അടുത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാവും. ഇത് ഫുള്ള് +1 ഒരു മൈൻഡ് മാപ്പ് സെറ്റാണ്. ഇത് വലിയൊരു ബുക്കാണ് കേട്ടോ ഗൈസ്, വലിയ ബുക്കാണ്. ആൻഡ് ഇത് +2 ബുക്സാണ്. ഇത് +2 മൈൻഡ് മാപ്പാണ് ഇത് വന്നിട്ട്. കണ്ടോ കാണിച്ചു തരാം. ഫുൾ കളർ പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് ഇത്രയുമാണ് നമ്മുടെ +1 എന്താണ് ബുക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയുമാണ് ഉള്ളത്. സോ ഇങ്ങനെ ഇതൊക്കെയാണ് ബുക്സിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അതിൽ കൂടെ തന്നെ 37 ഇയേഴ്സിൻ്റെ ആ ഒരു PYQ ബുക്സിൻ്റെ ഈ ഒരു ബുക്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക്. തുടർന്ന് ഞാൻ ഓൺലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ബാച്ചിലെ ക്ലാസ്സസ് വൈസ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ്. പിന്നെ മെറ്റീരിയൽ വരാൻ വേണ്ടി ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഒരു 15 ഡേയ്സൊക്കെ ആയപ്പോൾ എനിക്ക് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അവർ തന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഏതെങ്കിലും കുട്ടികൾക്ക് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ വെറുതെ ക്യാഷ് കൊടുത്ത് നിങ്ങൾ ബുക്ക് മേടിക്കാൻ നിൽക്കേണ്ട. എഡിഷൻ ഇത് പഴയ എഡിഷൻ തന്നെയാണ്. ആ കഴിഞ്ഞൊരു വർഷത്തെ എഡിഷൻ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഇത് മാത്രം എനിക്കൊരു ബാഡായിട്ട് തോന്നിയുള്ളൂ. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ എഡിഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പുതിയൊരു എഡിഷൻ അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രം എനിക്ക് ബാഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഓൾറെഡി ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ക്ലാസ്സസൊക്കെ ഭയങ്കര എനർജറ്റിക്കാണ്. അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് എക്സ്പ്ലനേഷനാണ്. അതുപോലെ തന്നെ അത് വൈസ് എന്തായാലും ക്ലാസ്സസ് സൂപ്പറാണ്. നമുക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും പോയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ടൈം പോയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് വേസ്റ്റായിട്ട് പോകത്തില്ല. ആൻഡ് ഞാൻ റിപ്പീറ്റഡ് ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സൈലത്തിലെ ഓൺലൈൻ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റാണ് ഞാൻ. അതുപോലെ തന്നെ റിപ്പീറ്റഡ് എന്ന് പറയുകയാണെങ്കിലും ഞാനൊരു ഫ്രഷറാണ്. ബിക്കോസ് ഞാൻ നീറ്റ് എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ ക്രാഷ് കോഴ്സൊന്നും അറ്റൻഡ് ചെയ്ത് ഞാൻ നീറ്റ് എക്സാം എഴുതിയിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞ ഉടനെ ഞാൻ റിപ്പീറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ തുടർന്ന് ഞാൻ ഡേ ഓഫ് ദ സ്റ്റഡിയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി നോട്ടിഫൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ഗൈസ്.